ഇനി ഈ ഒരു സിമ്പിൾ ഗൗണിൻ്റെ ബോഡി പാർട്ട് ചെയ്യണതാണ് കാണിക്കുന്നത്. ഇത് കസ്റ്റമർ ബ്രൈഡ് ട്യൂബിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിച്ചത്. കസ്റ്റമർ ഇതായിരുന്നു റെഫറൻസ് പിക്ക് തന്നത്. ഇത് പേപ്പറിൽ കട്ട് ചെയ്യണതാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു അളവിലാണ് ഞാൻ ബോഡി പാർട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ശരിക്കുള്ള ക്ലോത്തിലല്ലാതെ ഒരു ന്യൂസ് പേപ്പറിലാണ് നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യാതെ ബാക്കി ഭാഗം ഫുള്ള് കട്ട് ചെയ്തിട്ട് പിന്നെ അത് നീർത്തി കൊടുത്തിട്ട് നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് ചെരിച്ചിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യണത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം മതി, മറ്റേ ഭാഗം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ പിന്നെ ക്ലോത്തിൽ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ വെച്ചിട്ട് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് മാത്രം ഒരു 1/2 ഇഞ്ച് കയറ്റി വെട്ടിയിട്ട് ബാക്കി ഭാഗം ഫുള്ളും ശരിക്ക് വെട്ടിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യണത്. പിന്നെ ഇത് 2 പാർട്ടാക്കിയിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ലൈൻ വരച്ച് കട്ട് ചെയ്യണത് എപ്പോഴും നമ്മൾ മെയിനായിട്ടുള്ള ലൈനിങ്ങുമല്ലാവും. കാരണം നമ്മൾ നെറ്റ് കൊണ്ടാണ് ഫ്രോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റിന് നേരെ അടിയിൽ കൊടുക്കുന്നത് നമ്മൾ സാറ്റിൻ ലൈനിങ് ആവും. അപ്പോൾ ഈ സാറ്റിൻ ലൈനിങ്ങിലാണ് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗവും ഇങ്ങനെയാണ് വെക്കാനുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മെയിനായിട്ടുള്ള നെറ്റ് കൊണ്ട് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഈ ഒരു പേപ്പർ നെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെറുതായിട്ട് 2 പ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ബാക്ക് ഭാഗം ഫുള്ളായിട്ട് മറിച്ചിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് ഈ ഒരു പേപ്പറിൽ. അപ്പോൾ ഇത് ഞാനിനി ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യണത് കാണിക്കാം. ഈ ഒരു ഭാഗം മുതൽ ഞാൻ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യണത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ പേപ്പറിൻ്റെ മേലെയും അതുപോലെ നമ്മൾ ഞെറിയിട്ടിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലൈനിങ്ങുമ്മൽ നെറ്റ് ടോയിൽ നെറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ടോയിൽ നെറ്റ് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ മോഡലൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പിന്നി യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യൽ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പ്ലീറ്റൊക്കെ നമ്മളെ അടുത്ത് നിന്ന് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ ടോയിൽ നെറ്റ് ജസ്റ്റ് ഫുള്ള് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ലൈനിങ് മേലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയത്. പിന്നെ നമുക്ക് ഈ പ്ലീറ്റ് ഒന്നും കൂടി ശരിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്ലീറ്റിൻ്റെ ഉൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പ്ലീറ്റ് അതിൻ്റെ മുകളിൽ വരുന്നതുകൊണ്ട് അത് ആ സ്റ്റിച്ച് കാണാത്ത രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 പ്ലീറ്റിനും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ അളവ് തന്നെ കോട്ടൺ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ ഒരു ചെരിച്ച് കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് മാത്രം ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ പതിച്ചടിച്ചിട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ കോട്ടൺ ലൈനിങ്ങും ഫുള്ളായിട്ട് ഞാൻ അതിന്മേൽ അറ്റാച്ച് ചെയ്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ആ 2ാമത്തെ ഭാഗം എടുത്തില്ല, ആ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഞാൻ ചെയ്യണത് കാണിച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒന്നിൻ്റെ മേലേക്കാക്കിയിട്ട് വെച്ചിട്ട് ആ ഒരു നടുഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയവും എന്താ അളവ് എങ്ങനെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പേപ്പറിൽ കട്ട് ചെയ്തപ്പോൾ തന്നെ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാക്ക് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കറക്റ്റ് ഇവിടെ പിൻ ചെയ്യേണ്ട അടയാളം കിട്ടും. അപ്പോൾ നമ്മൾ ആ 2 ഭാഗം പിൻ ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്ക് കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമില്ല, കാരണം ഓല് ഇന്നർ യൂസ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡൽ തന്നെ നെക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നെക്ക് കവർ ചെയ്യാതെ നമ്മൾ ഈ ഒരു മോഡൽ തന്നെ ചെയ്തത്. അല്ലെങ്കിൽ ഇങ്ങനെ മോഡലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ നെക്ക് ഭാഗം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കണ്ട് ചെയ്യുമോ ഇനി. പക്ഷേ കസ്റ്റമർ ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് റൗണ്ടിൽ നമ്മളൊരു പട്ട രൂപത്തിലാക്കിക്കാണ്ട് ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു രൂപത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു 2.5 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്ക് കൂടി പിൻ ചെയ്തിട്ട് പിന്നെ അതൊരു സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ അത് മറിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാ പോലെ തന്നെ ബാക്ക് പാർട്ട് വെച്ചിട്ട് പിന്നെ സ്ലീവും വെച്ചിട്ട് പിന്നെ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ടും വെച്ച് കൊടുത്തിട്ട് പിന്നെ ഫുള്ളായിട്ട് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. എല്ലാ ഡ്രസ്സിൻ്റെ മെയിനായിട്ട് എന്തെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കാനാണ് ഞാൻ ശ്രമിക്കൽ. അപ്പോൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഞാനിത് ഡമ്മിയിൽ ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഇന്നർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഭംഗിയായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ സ്ലീവ് നമ്മൾ അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ കസ്റ്റമർ റെഫറൻസ് പിക്ക് എന്നത് അവിടെ ഒരു ബട്ടൺസ് ആയിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് കസ്റ്റമർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ബാക്കിൽ വെക്കാനുള്ളൊരു ബോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
പിന്നെ ഇതുപോലെ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഓൽക്കൊന്ന് ഷെയർ ചെയ്യാനും പിന്നെ ഇതിൻ്റെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താനും പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.